കൊച്ചു സ്വാഗതം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രീം വേൾഡിലേക്ക് പോയിട്ടുള്ളൊരു വിശേഷമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശ്രീകുട്ടിൻ്റെ സ്കൂളിൽ നിന്നാണ് നമ്മൾ ടൂർ പോയത്. കുട്ടികളും ടീച്ചേഴ്സും പാരൻസും എല്ലാവരും ചേർന്ന് അടിച്ചു പൊളിച്ച ഒരു നല്ലൊരു ടൂറിൻ്റെ വിശേഷമാണ് കേട്ടോ ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ 8:30 ആയപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങൾ ഡ്രീം വേൾഡിലേക്ക് എത്തി. ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന്. എൻ്റെ വീട് ചാലക്കുടിയിലാണെങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് വന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ കുട്ടികൾക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം വേൾഡിൻ്റെ എൻട്രൻസ്. പുറമേയുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ഇനി വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതാണ് നമ്മൾ ഡ്രീം വേൾഡിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഈ ഒരു കാഴ്ച. ഇങ്ങനെ ഒരുപാട് ബസ്സുകളും ഒക്കെ ഇങ്ങനെ ഇട്ടത് കാണാം. ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പല സ്കൂളുകളിൽ നിന്നായിട്ട്. അങ്ങനെ നമ്മുടെ മക്കൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇതെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ എൻട്രി ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ എല്ലാവരെയും കൂടെ നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് ഡ്രീം വേൾഡ്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. പിന്നെ ഇതേ മക്കളെ എല്ലാവരും താഴെ ഇരുത്തി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതേ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. അപ്പം മക്കൾ ഇതേ കണ്ടില്ല, അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം കണ്ടാൽ തന്നെ അറിയാം അവർ എത്രമാത്രം ഹാപ്പിയാണെന്ന്. അങ്ങനെ നമ്മുടെ ജിബിനി ടീച്ചറാണ് കേട്ടോ ഫ്രണ്ടിലൂടെ പോകുന്നത്. പിന്നെ കുട്ടികളെ കയറ്റാനായിട്ടുള്ള ഇതിലായിരുന്നു. പിന്നെ ആദ്യം നമ്മൾ ടീച്ചേഴ്സിനെയാണ് കയറ്റിയത്, പിന്നെ കുട്ടികളെ കയറ്റി, പിന്നെ പാരൻസിനെ കയറ്റി. അങ്ങനെയാണ് കേട്ടോ കയറ്റുന്നത്. ഇതേ അമ്മമാരൊക്കെ നല്ല ചില്ലായിട്ടാണ് വരണേ, എൻജോയ് ചെയ്യാൻ കണക്കാക്കിയിട്ട് തന്നെ. അങ്ങനെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ LKG UKG കുട്ടികൾ മാത്രമല്ല, അവരുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. വരാൻ താല്പര്യമുള്ള എല്ലാവരെയും നമ്മൾ ഈ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അച്ചുമോളും ശ്രീകുട്ടനും അപ്പു ഉണ്ടായിരുന്നു, പിന്നെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ സൈഡ് ടീച്ചറാണ് ആദ്യമായിട്ട് പോയത്. അങ്ങനെ ഇതേ ബാക്കി ടീച്ചേഴ്സ് പോയി, നമ്മുടെ പാരൻസും പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികളെ ഇങ്ങനെ കയറ്റാനായിട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ ഈ സമയത്ത് ഞാനും കയറിയായിരുന്നു. എന്നെ കയറിയത് വീഡിയോ എടുക്കാനായിട്ട് ആരുമില്ലല്ലോ, ഞാനാണല്ലോ ഇന്നത്തെ വീഡിയോഗ്രാഫർ. അതുകൊണ്ട് തന്നെ കാണൽ കുറവായിരിക്കും കേട്ടോ ഈ വീഡിയോയിൽ. അങ്ങനെ ഇതേ മക്കളെല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് ത്രില്ലടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ കയറിയ സമയത്ത് നമുക്ക് ഏതിൽ പോകണം, ഏത് റൈഡിൽ ഫസ്റ്റ് കയറണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്തത് റൈഡുകളാണ്. വാട്ടർ റൈഡല്ല, സാധാരണ നോർമലായിട്ടുള്ള റൈഡുകളാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാവരും വന്നു, അകത്ത് കയറി. നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങിയത്. എനിക്ക് ഫസ്റ്റ് ടൈം ഞാനിവിടെ വന്നേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടെ എന്താണ് എങ്ങനെയാണെന്നൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ വെച്ചതിന് ശേഷം ഓരോ റൈഡിലോട്ടും പോവാണ് കേട്ടോ. ആദ്യം തന്നെ പോകുന്നത് ഒരു കുതിരവണ്ടിയുടെ പുറത്ത് കയറി ഇരുന്നിട്ടുള്ള ആ ഒരു റൈഡാണ്. ഇതൊക്കെ കുട്ടികൾക്കുള്ള റൈഡുകളാണ് കേട്ടോ. കൂടുതലും നമ്മൾ മക്കളെ കൊണ്ടുവന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള റൈഡുകളാണ് നമ്മൾ ചൂസ് ചെയ്തത് ഫുള്ളും. നമുക്ക് ഇവിടെയുള്ള മിക്ക റൈഡുകളിലും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ സമയപരിമിതി കാരണം കൊണ്ട് എല്ലാത്തിലും കയറാനും പറ്റിയില്ല കേട്ടോ. അത്രയ്ക്ക് റൈഡുകളുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലാണ് മക്കൾ ആദ്യമായിട്ട് കയറിയത്. ഇത് അധികം സ്പീഡൊന്നുമില്ല, ചെറിയ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിപ്പോകുന്നതായിരുന്നു. അപ്പോൾ കുഞ്ഞു വാവുകൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇച്ചിരി കൂടി വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇത്തിരി കൂടി സ്പീഡൊക്കെ വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു റൈഡായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് പോയത് ഇതിലാണ്. ഇതും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്പീഡ് കുറവായിരുന്നു. കുറച്ചും കൂടി സ്പീഡിലാണ് പോകണമെങ്കിൽ കുറച്ചും കൂടി നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ സ്കൂളിലത്തെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരും തൊട്ടടുത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അടുത്ത ട്രിപ്പിൽ അവർക്ക് കയറി പോകാനായിട്ട്. അങ്ങനെ അവരും നമ്മളും പിന്നെ വേറെ കുട്ടികളും അങ്ങനെ എല്ലാവരും, നമ്മുടെ സ്കൂളിലത്തെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വേറെ സ്കൂളിലത്തെ കുട്ടികളുണ്ടായിരുന്നു ഇതിൽ. അങ്ങനെ അതിനുശേഷം ഞങ്ങളും പോയി. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, അപർണ തന്നെയാണ് പേര്.
അപ്പോൾ ഞങ്ങൾ 2 അപർണകളും പിന്നെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ ദേ ഇതുപോലത്തെ ഒരു റൈഡിലൊക്കെ പോയായിരുന്നു. ഇതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പൊക്കിയൊക്കെ വരുമ്പോൾ അത് കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു റൈഡിലാണ് കയറിയായിരുന്നത്. ഇതിങ്ങനെ പൊക്കി പൊക്കി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ പറയുക, ഒരു പേടിയാണ്, താഴെ വീഴോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ നല്ല റൈഡായിരുന്നു കേട്ടോ. കുട്ടികൾ എൻജോയ് ചെയ്യായിരുന്നു. അവർക്ക് ഒരു പ്രാവശ്യം കയറ്റിയിട്ടും പിന്നെ അവർക്ക് ഇറങ്ങാനായിട്ട് നല്ല മടിയായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നല്ല ഹൈറ്റിലാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കാണാനും നല്ലൊരു രസം തന്നെയായിരുന്നു. അവർ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ്. ഇതിങ്ങനെ പൊക്കി താത്തി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള റൈഡുകളായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതുപോലത്തെ ഒരു കാർ റേസിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ കയറാത്തത് വേറെ ഒന്നുമല്ല, കുറച്ച് കാറുകളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെയും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ കയറിയില്ല. നമ്മൾ നേരെ വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതിന് ചുറ്റിനുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് പൂളൊക്കെയാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ വരും. നമ്മൾ ഉച്ച തിരിഞ്ഞിട്ടാണ് ഈ ഒരു പൂളിലൊക്കെ ഇറങ്ങാമെന്ന് കരുതുന്നത്. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ ഒരു ഗുഹ പോലത്തെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത പോക്ക്. അവിടേക്കായിരുന്നു. പിന്നെ അവിടെ കയറിയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ഫുൾ ഇരുട്ടായതുകൊണ്ട് അത് വീഡിയോയിൽ കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും പിന്നെ എൻ്റെ ഫോണിലെ മെമ്മറി ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ചുറ്റിനുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൂളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ജെൻസിനും വുമൺസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള പൂൾ സെക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് പൂളിൽ വ്യത്യാസമുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു രീതി തന്നെയാണ് കേട്ടോ. അത് എല്ലാവരും ഒരുമിച്ച് ഉള്ള ആ ഒരു ഇതിനേക്കാളും നല്ലത് അതല്ലേ. വുമൺസിന് വേറെ ജെൻസിന് വേറെ അങ്ങനത്തെ സെക്ഷനാണ് തന്നായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗുഹ പോലത്തെ സ്ഥലം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ അസ്ഥികൂടൊക്കെ പോലെ ഇരിക്കുന്ന ആ രീതിയിൽ പ്രതിമേനൊക്കെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് എന്താ പറയുക, തണുപ്പുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മുടെ കാശ്മീരൊക്കെ പോലെ തണുപ്പുള്ള സ്ഥലമൊക്കെയാണ് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്. പക്ഷെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഐസും കട്ടയായിരുന്നു, മഞ്ഞായിരുന്നില്ല. ഐസും കട്ട ഇങ്ങനെ ഇട്ടേക്കണ പോലെ ഒരു ഫീലായിരുന്നു. നമ്മൾ മീൻ ഐസ് ഇടില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും മഞ്ഞ് പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, ഐസ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലാണ്. കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇതിലേക്ക് അങ്ങനെ പോവാം. അത് എന്താ പറയുക, എനിക്കങ്ങനെ അധികം അത് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സെക്ഷൻ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുട്ടികൾ കുറേ പേര് കുറച്ച് നേരം നിന്നുള്ളൂ. അതിനുശേഷം അപ്പോഴത്തേനും നമ്മൾ വേറെ പുറത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തായിരുന്നു. ശ്രീകുട്ടനൊക്കെ അവിടെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇങ്ങനെ സോക്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് കാലിൻ്റെ ആ സൈഡ് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും കുഴപ്പമില്ല, നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കത് അത്ര എൻ്റെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതുപോലെ എനിക്ക് പോകാനുള്ള ഒരു സംവിധാനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ചുറ്റിനും ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കി. അവിടെ ഇതുപോലത്തെ കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചലിക്കുന്ന പോലെയുണ്ട്. അപ്പം അത് കാണാനായിട്ട് നല്ല രസമായിട്ട് നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഉച്ച സമയമായിട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ മക്കളെല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്.
കുറേ പേർക്ക് കഴിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ലൊരു ഇതായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത് ലേഡീസിനുള്ള പൂളാണ് കേട്ടോ. ഇത് ഈ സമയത്തൊന്നും പൂള് ഓപ്പൺ ആയിട്ടില്ല, ഉച്ച കഴിഞ്ഞിട്ടാണ് പൂള് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സമയത്ത് ആരുമില്ല, പക്ഷെ കാണാനായിട്ട് അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ട്രെയിൻ പോകുന്നുണ്ട്, അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അതിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം അതിന് ചുറ്റിനും ഉള്ള കാഴ്ചകളാണ് ഇങ്ങനെ കാണുന്നത്. നമുക്ക് നടന്ന് പോകാനായിട്ട് നല്ല രസമാണ്. നടന്ന് ചുറ്റിനുള്ള ആ ഒരു ഭംഗി ആസ്വദിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ നടന്നു. അതിനുശേഷം ഇതേ കുട്ടികൾ റെഡി ആയിരിക്കുകയാണ്, ട്രെയിൻ പോവും, ട്രെയിനിൽ കയറാമെന്നുള്ള ഒരു ഇതിൽ. ശ്രീകുട്ടനാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ട്രെയിനിൽ അങ്ങനെ ഓർമ്മ വെച്ച കാലത്ത് ട്രെയിനിൽ കയറിയിട്ടില്ല. കുഞ്ഞായിട്ട് നമ്മൾ പോയിട്ടുണ്ടെന്നല്ലാണ്ട് അവന് ഓർമ്മയില്ല അവൻ ട്രെയിനിൽ പോയതെന്ന് കേട്ടോ. അപ്പം അതുകൊണ്ട് ട്രെയിനാണ് അടുത്തത് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രീകുട്ടൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ വാ വേഗം പോവുക, അവരെല്ലാവരും പോകുമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കൊണ്ടുപോകായിരുന്നു ശ്രീകുട്ടൻ. പിന്നെ അവിടെയും കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ടോ, കാരണം വേറെയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കയറി എല്ലാവരെയും ഓരോ സീറ്റിൽ ഇരുത്തി കൊടുത്തു. അതിന് ശേഷം കേട്ടോ പോയത്. ട്രെയിനാണെന്നുണ്ടെങ്കിൽ പതിയെ വളരെ സ്ലോവിലാണ് പോകുന്നത്, കാരണം കുറച്ച് ഹൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കുട്ടികളെ കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ അത് വളരെ സ്പീഡ് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചാണ് ട്രെയിനൊക്കെ ഓടിച്ചു പോയായിരുന്നു. അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിലൂടെ പോകുമ്പോൾ നമ്മുടെ താഴെയുള്ള ആ ഒരു പൂളൊക്കെ കാണാനായിട്ട് നല്ല രസമാട്ടോ, നല്ല ഭംഗിയാണ്. ഡ്രീം വേൾഡിൻ്റെ കുറേ സ്ഥലങ്ങൾ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് താഴത്തെ ആ ഒരു വ്യൂ ആസ്വദിക്കാനായിട്ട് പറ്റും. അത് അടിപൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇഷ്ടം പോലെ എന്താ റൈഡുകളുണ്ട്, പക്ഷെ നമ്മളെല്ലാത്തിലും കയറിയില്ല. നമുക്ക് സമയം അത്ര അങ്ങോട്ട് പോരായിരുന്നു, കാരണം കുട്ടികളല്ല, അവർക്ക് ഒരു റൈഡിൽ തന്നെ കുറേ നേരം കളിക്കണം ആഗ്രഹിക്കുന്ന മക്കളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ റൈഡിലും കയറാനായിട്ട് പറ്റില്ല. എങ്കിൽ പോലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റൈഡുകളിൽ കയറിയായിരുന്നു. പൂൾ സെക്ഷൻസിൽ നമ്മൾ കുറച്ചാണ്, അങ്ങനത്തെ റൈഡുകൾ നമ്മൾ കുറച്ചാണ് കേട്ടോ എടുത്തത്, കാരണം മക്കൾക്ക് കൂടുതലും പൂളല്ലാത്ത ആ ഒരു റൈഡുകളിൽ കയറാനായിരുന്നു ഇഷ്ടം. കണ്ടില്ലേ, നമ്മൾ പോയ സമയത്ത് പൂളൊക്കെ ഓപ്പൺ ആയിരുന്നു, അതേ കുട്ടികൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ കണ്ടായിരുന്നില്ലേ, ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോഴാണ് ഈ ഒരു മീനിൻ്റെ പ്രതിമയും താഴെ കുറേ മീനൊക്കെ കണ്ടത്. പിന്നെ അത് നോക്കി കുറച്ച് നേരം നിന്നു. അതിനുശേഷം വേറൊരു സെക്ഷനിലേക്ക് പോയി, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. പിന്നെ നമ്മൾ പാർക്കിലേക്കാണ് പോകുന്നത്. പാർക്കിൽ വന്നിട്ട് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ഇങ്ങനെ ചുറ്റിനിങ്ങനെ കറങ്ങി നടന്ന് കാണാനായിട്ട് നല്ല രസമായിരുന്നു. മക്കളെങ്ങനെ നമ്മളിങ്ങനെ വിട്ടൊക്കെയായിരുന്നു, അതൊക്കെ ഇഷ്ടമുള്ള ഏതാണോ അതിൽ കയറി കളിച്ചോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവരിതേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനും അച്ഛനും കൂടി ഫസ്റ്റ് ടൈം ഇതിലാണ് കയറിയായിരുന്നത്, ഒരുമിച്ച് കയറിയത് കേട്ടോ. പിന്നെ അതിനുശേഷം അവർ വേറെ ഓരോന്നിൽ കയറി. ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ ഇങ്ങനത്തേൽ കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇതിൽ ഒന്ന് കയറി. പുറമേ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര എന്തോ സംഭവമാണ്, എല്ലാവരും ഇങ്ങനെ അയ്യോ അയ്യോ എന്നിങ്ങനെ പേടിച്ച് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി റിസ്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ പൂളിലേക്ക് ഇറങ്ങി. പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മക്കൾ എന്താ പറയുക, ഇത്ര നേരം ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി സന്തോഷത്തിലായിരുന്നു കേട്ടോ മക്കൾ. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരുടെ സൈസിനനുസരിച്ചുള്ള ഒരു പൂളായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.